ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചാപ്റ്റർ 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എ ടൈഗർ കംസ് ടു ടൗൺ 2. അപ്പം ഞാൻ മുൻപേ ചാപ്റ്റർ 5 എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്ററിന് സെക്കൻഡ് പാർട്ട് കൂടെ വരുന്നുണ്ടെന്ന്. അതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഒരു പാർട്ട് കാണുമ്പം ഇതിന് മുൻപേ ഉള്ള ചാപ്റ്റർ 5 എന്തായാലും കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ 6 നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ. എന്നിരുന്നാൽ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം മുൻപത്തെ ചാപ്റ്റർ. അതായത് ഒരു കടുവ മാർക്കറ്റ് റോഡിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ ഒരു കടുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കസിലുണ്ടായിരുന്ന ഒരു കടുവയായിരുന്നു അല്ലേ. അപ്പം ആ ഒരു കടുവ അവിടെ ജനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പേടിയില്ലാത്തവരാണ്, പീസ്ഫുള്ളി ഇരിക്കുന്നവരാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാർക്കറ്റ് റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഈ ഇത്തരം ജീവികളെ കാണുമ്പോൾ ഇവരെന്താണ് പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ടെന്ന്. അപ്പം അവസാനം ഈ ഒരു കടുവ നമ്മുടെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലാണ്. അവിടെ വെച്ചിട്ട് ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിൽ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതാണ് ലാസ്റ്റ് ഫൈനൽ വരുന്നത്. പിന്നെ നമ്മുടെ മാസ്റ്റർ ആ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് സൈഡായിട്ട് വരുന്നുണ്ട്. കുറച്ച് ടീച്ചേഴ്സും ഇതിനെ ലോക്ക് ചെയ്തിട്ട് ആ ഒരു റൂമിൻ്റെ ഔട്ട് സൈഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ചാപ്റ്റർ 5 പറയുന്നത്. ഇനി 6 എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Meanwhile, I awoke after a very good stretch of sleep and heard voices outside. അപ്പം ഈ ഒരു പാർട്ടിൽ എന്താ പറയുന്നത്? Meanwhile, അതിനിടയിൽ I woke after a very good stretch of sleep and heard voices outside. Very good stretch of sleep. A very good stretch of sleep എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു നീണ്ട നല്ലൊരു ഉറക്കത്തിന് ശേഷം ഞാനിങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ, നമ്മുടെ ആംസ് കൈയും കാലുകളൊക്കെ ഒന്ന് നീട്ടി വലിച്ചൊന്ന് ആ ഒരു ഉറക്കച്ചടവ് മാറ്റുന്നതായിരിക്കും. അപ്പം ഇവിടെ പുറത്ത് ടീച്ചേഴ്സും മാസ്റ്ററും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു കടുവ ഉറങ്ങി എഴുന്നേറ്റു. വോക്ക് ആഫ്റ്റർ എ വെരി ഗുഡ് സ്ട്രെച്ച് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. ആൻഡ് ഹിയർഡ് വോയിസസ് ഔട്ട് സൈഡ്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്താണ് കേൾക്കാൻ പറ്റുന്നത്? കടുവയ്ക്ക് വോയിസ് ഔട്ട് സൈഡ്. അപ്പം ഔട്ട് സൈഡിൽ നിന്ന് വോയിസ് കേൾക്കുകയാണ്. ഐ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദ ഹെഡ് മാസ്റ്റർ കവറിങ് ഇൻ ദ ആറ്റിക്. അപ്പം നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഐ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദി ഹെഡ് മാസ്റ്റർ കവറിങ്. കവറിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചാപ്റ്റർ 5 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദറ്റ് ഈസ് ഭയപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇൻ ദി ആറ്റിക് എവിടെ വെച്ചിട്ടാണ്? ആറ്റിക് എന്ന് വെച്ചാൽ തട്ടിൻപുറം എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലാണ് ഇപ്പം കടുവ കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ടുള്ളത്. അവിടെ വെച്ച് നോക്കുമ്പം തട്ടിൻപുറത്തായി നമ്മുടെ ഹെഡ് മാസ്റ്റർ അവിടെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഐ സ്ട്രെച്ച്ഡ് മൈ സെൽഫ് ആൻഡ് റോൾഡ്. ഐ സ്ട്രെച്ച്ഡ് മൈ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈകാലുകളൊന്ന് നീട്ടി വലിച്ചു, ഉറക്കച്ചടവ് മാറ്റിയിട്ടുണ്ട്. ആൻഡ് റോർഡ്. റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവയൊക്കെ ഗർജിക്കുക എന്നാണല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊന്ന് ഗർജിച്ചു. നമ്മൾ കോട്ടുവായ ഇടൂലേ മനുഷ്യരുടെ കേസിലാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി എണീച്ചു കഴിഞ്ഞാൽ, അതേപോലെ ഇതിൻ്റെ ഒരു രീതിയിൽ അത് ഗർജിച്ചു. ഫോർ നോ പെർട്ടിക്കുലർ റീസൺ എക്സെപ്റ്റ് ദാറ്റ് ഐ ഫെൽറ്റ് അലൈവ്. എന്താണ്, ഒരു പ്രത്യേക റീസൺ ഒന്നും ഇല്ലാതെ, പെർട്ടിക്കുലർ റീസൺ ഒന്നും കൂടാതെ തന്നെ ജസ്റ്റ് ഞാനൊന്ന് അതങ്ങനെ വെറുതെ ഗർജിച്ചതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദ പുവർ ഹ്യൂമൻ ബീയിങ് ഇൻ ദ ലോഫ്റ്റ് മസ്റ്റ് ഹാവ് ട്രെംബിൾഡ് അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ ഇതിങ്ങനെ എണീച്ച് കഴിഞ്ഞപ്പോൾ അലറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗർജിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ട് അവിടെ. ആരാണ്? നമ്മുടെ ഹെഡ് മാസ്റ്റർ. ദ പ്യുവർ ഹ്യൂമൻ ബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്ററിനെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. ഇൻ ദ ലോഫ്റ്റ്. ലോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടെന്നാണ് കേട്ടോ അർത്ഥം. തട്ടിൻപുറത്താണല്ലോ ഇപ്പോൾ അയാൾ ഇരിക്കുന്നത്. അപ്പം അവിടെയുള്ള ആ ഒരു മനുഷ്യൻ എൻ്റെ ഗർജനം കേട്ടിട്ട് വിരണ്ടിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്. മസ്റ്റ് ഹാവ് ട്രെംബിൾഡ്. ട്രെംബിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറയ്ക്കുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അറ്റ് ദ മൊമെൻറ്റ്. ഏത് മൊമെൻറ്റിലാണ്? നമ്മുടെ കടുവ അലറിയ ടൈമിൽ മുകളിലിരിക്കുന്ന മച്ചൻ അവിടെ ഇരുന്നിട്ട്
വിറച്ചിട്ടുണ്ട്. ഐ വിഷ് ടു അഷ്യൂർ ഹിം ദാറ്റ് ഐ വാസ് നോട്ട് ഗോയിങ് ടു ഹേർട്ട് ഹിം. അപ്പോൾ അയാളോടായിട്ട് നമ്മുടെ കടുവയ്ക്ക് എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത്? ഐ വിഷ് ടു അഷ്യൂർ ഹിം ദാറ്റ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു അയാളോടായിട്ട് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറപ്പ് നൽകുക എന്നാണ് അഷ്യൂർ എന്ന് മീൻ ചെയ്യുന്നത്. അയാളോടായിട്ട് എനിക്ക് ഉറപ്പ് നൽകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഐ വാസ് നോട്ട് ഗോയിങ് ടു ഹേർട്ട് ഹിം. ഇതെന്താണ്? ഹേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനിപ്പിക്കുക, അങ്ങനെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് അയാളോട് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കടുവ. ഐ റേസ്ഡ് മൈസെൽഫ്, പുട്ട് അപ്പ് മൈ ഫോർ ലെഗ്സ് ഓൺ ദി വോൾ, സ്ക്രാച്ച്ഡ് ഇറ്റ് ആൻഡ് ഗ്രൗൾഡ് സോഫ്റ്റ്ലി വിച്ച് മെയ്ഡ് ഹിം മോർ നെർവസ്. അപ്പം ഈ ഒരു വരികളിലുണ്ടല്ലോ, ഇതിപ്പം ഉറങ്ങി എണീച്ചതാണല്ലോ, അപ്പോൾ അവിടെ കാണിക്കുന്ന ചില ചേഷ്ടകളെ വിവരിച്ചതാണ്. ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നിവർത്തി നീട്ടി വലിച്ച് ആ ഒരു ഉറക്കച്ചടവ് കാണിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ കടുവയും അവൻ്റെ കുറച്ച് ചേഷ്ടകളാണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് പുട്ട് അപ്പ് മൈ ഫോർ ലെഗ്സ് ഓൺ ദ വോൾ. എന്താ, വോളിലേക്ക് അവൻ്റെ കാലുകളൊന്ന് അങ്ങോട്ടേക്ക് വെച്ചു. ആൻഡ് സ്ക്രാച്ച്ഡ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വോളിനെ ഒന്ന് സ്ക്രാച്ച് ചെയ്തു. ആൻഡ് ഗ്രൗൾഡ് സോഫ്റ്റ്ലി. ഗ്രൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരളുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അങ്ങനെ സോഫ്റ്റ്ലി മൃദുവായിട്ടൊന്ന് മുരണ്ടു, അല്ലെങ്കിൽ പതുക്കി ഒന്ന് മുരണ്ടു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. വിച്ച് മെയ്ഡ് ഹിം മോർ നെർവസ്. ഈ ഒരു കാര്യങ്ങളൊക്കെ മുകളിൽ തട്ടിലിരുന്നിട്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ കാണുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം കുറച്ചും കൂടെ നെർവസായി, അല്ലെങ്കിൽ പരിഭ്രാന്തപ്പെട്ടു. അതാണ് ഹിം എന്നിവിടെ പറയുന്നത് ആരെയാണ്? നമ്മുടെ തട്ടിൻ മുകളിൽ ഇരിക്കുന്ന ഹെഡ് മാസ്റ്ററിനെയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ആ ഒരു ലൈന് വായിക്കാം. പുട്ട് അപ്പ് മൈ ഫോർ ലെഗ്സ് ഓൺ ദി വോൾ, സ്ക്രാച്ച്ഡ് ഇറ്റ് ആൻഡ് ഗ്രൗൾഡ് സോഫ്റ്റ്ലി വിച്ച് മെയ്ഡ് ഹിം മോർ നെർവസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഐ ന്യൂ മൈ മാസ്റ്റർ വാസ് ഔട്ട്സൈഡ്. ഇനി നെക്സ്റ്റ് എന്താണ് നടക്കുന്നത്? ദാറ്റ് ഈസ് ഐ ന്യൂ മൈ മാസ്റ്റർ വാസ് ഔട്ട്സൈഡ്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മൈ മാസ്റ്റർ വാസ് ഔട്ട്സൈഡ്. എന്താണ്? എൻ്റെ മാസ്റ്റർ ഈ റൂമിന് പുറത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഐ കുഡ് ഹിയർ ഹിം സേ. അപ്പോൾ എന്താണ്? ഐ കുഡ് ഹിയർ ഹിം സേ. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അവിടെ പുറത്ത് നിന്നിട്ട് പറയുന്നത്. നോ വൺ ഈസ് ഗോയിങ് ടു സ്കൂൾ. യു വിൽ സീ ദ ടൈഗർ കം ഔട്ട് ആൻഡ് വാക്ക് ഓഫ് വിത്ത് മീ. വൺ ഓഫ് യു ടേക്ക് എ ലാഡർ ഇൻ ആൻഡ് ഹെൽപ്പ് ദ ഹെഡ് മാസ്റ്റർ കം ഡൗൺ ഫ്രം ദ ആറ്റിക്. അപ്പം അദ്ദേഹം എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് നോ വൺ ഈസ് ഗോയിങ് ടു സ്കൂൾ. ആരും തന്നെ സ്കൂളിലേക്ക് പോകുന്നില്ല. യു വിൽ സീ ദ ടൈഗർ കം ഔട്ട്. എന്താണ്? നിങ്ങളെല്ലാവരും ഇപ്പം ഈ ഒരു ടൈഗർ കടുവ മുറിക്ക് പുറത്ത് നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നതായിരിക്കും. യു വിൽ സീ ദ ടൈഗർ കം ഔട്ട് എന്താണ്? കാണുന്നതായിരിക്കും. ആൻഡ് വാക്ക് ഓഫ് വിത്ത് മീ. എന്നിട്ട് എന്താണ്? വാക്ക് ഓഫ് വിത്ത് മീ എന്ന് വെച്ചാൽ എന്നോടൊപ്പം നടക്കുന്നത് എന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്നോടൊപ്പം നടക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നതായിരിക്കും. വൺ ഓഫ് യു ടേക്ക് എ ലാഡർ. വൺ ഓഫ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ, യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ, നീ എന്നൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങളിൽ ഒരാൾ എന്നാണ് ഈ ഒരു വൺ ഓഫ് യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ ഓഫ് യു ടേക്ക് എ ലാഡർ. ലാഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവണി, അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ ഏണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ആ ഒരു ഗോവണി എടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ടേക്ക് എ ലാഡർ ഇൻ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഗോവണി കൊണ്ടുപോവുക. ആൻഡ് ഹെൽപ്പ് ദി ഹെഡ് മാസ്റ്റർ കം ഡൗൺ ഫ്രം ദ ആറ്റിക്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഗോവണി വെച്ചിട്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ ആറ്റിക്കിലാണ് ഇരിക്കുന്നത്. ആറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിൻപുറത്ത് അല്ലേ, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ താഴെ ഇറക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഗോവണി കൊണ്ടുവരാൻ നമ്മുടെ മാസ്റ്റർ അതിലുള്ള ആരോടെങ്കിലും അങ്ങനെ ഒരു ഉപകാരം ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാസേജ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡു യു മീൻ ടു സേ യു ആർ ഗോയിങ് and as you are without arms or protection?
they asked him. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ലൈക്ക് ഭാഗങ്ങളാണ് വരുന്നതിന്. ഡു യു മീൻ ടു സേ യു ആർ ഗോയിങ് ഇൻ ആസ് യു ആർ? അപ്പം ഇവിടെ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഒരു ചെറിയൊരു വലിയ സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഡു യു മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു സേ യു ആർ ഗോയിങ് ഇൻ ആസ് യു ആർ, അതായത് നിങ്ങൾ ഉള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ അകത്ത് പോകാൻ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ആണോ അകത്ത് പോകുന്നത് എന്ന് പറയുന്നതാണോ നിങ്ങൾ, അതാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന്. വിത്തൗട്ട് ആംസ് ഓർ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഉള്ളതുപോലെ എന്ന് ഇവിടെ മീൻ ചെയ്യുന്ന എന്താണ്? അയാളുടെ കയ്യിൽ, നമ്മുടെ മാസ്റ്ററിൻ്റെ കയ്യിൽ യാതൊരുവിധ പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളില്ല. ഇനി ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കടുവയാണ് ഇരിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അല്ലേ. അതൊരു ആക്രമകാരിയായിട്ടുള്ള കടുവ എന്നുള്ളൊരു തോട്ടാണ് അവിടെ ബാക്കിയുള്ളവർക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു വെറും കൈയോടെ നിങ്ങൾ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റില്ലേ? ഒരു വേവലാതി അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദേ ആസ്ക്ഡ് ഹിം. അപ്പോൾ ഈ ഒരു ദേ എന്ന് റെഫർ ചെയ്യുന്നത് ആരാണ്? ആ ഒരു ആൾക്കൂട്ടത്തെയാണ് കേട്ടോ, ജനങ്ങളെയാണ് ദേ എന്ന് പറയുന്നത്. ആ ഒരു ആൾക്കൂട്ടത്തിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാസ്റ്ററോടായിട്ട് പറയുന്നത്, ഈ ഒരു വേവലാതി അറിയിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. യെസ്, ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. അപ്പം ഈ ഒരു ആൻസർ നൽകുന്നത് തീർച്ചയായിട്ടും ആരായിരിക്കും? നമ്മുടെ മാസ്റ്റർ തന്നെ ആയിരിക്കും അല്ലേ പറയുന്നത്. യെസ്, അതെ, ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. അതെ, അത് തന്നെയാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അല്ലേ, അതാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. എന്താണ് നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത്? വി ഹാവ്, നമുക്കിപ്പം ഒട്ടും തന്നെ സമയമില്ല, എന്താണ് വെറുതെ കളയാൻ ഒട്ടും തന്നെ ഒരു സമയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ദ ചെയർമാൻ ഓഫ് ദി ടൈഗർ കമ്മിറ്റി സെഡ്. അപ്പം ഇനിയിപ്പം എന്താണ് ഇവിടെ ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു ടൈഗർ കമ്മിറ്റീൻ്റെ, കാരണം ഈ ഒരു കടുവ കമ്മിറ്റി അതാണ് മലയാളത്തിൽ വരുന്നത്. അപ്പം ആ ഒരു ടൈഗർ കമ്മിറ്റീൻ്റെ ചെയർമാൻ ഈ ആൾക്കാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു മാസ്റ്ററിനോടായിട്ട് ഇപ്പം പറയുകയാണ്. ദാറ്റ് ഈസ് ദ ചെയർമാൻ ഓഫ് ദി ടൈഗർ കമ്മിറ്റി സെഡ്, ബൈ ദ പവേഴ്സ് ഐ ഹാവ് ബീൻ ദി സെക്കൻഡ് ഓണററി മജിസ്ട്രേറ്റ്, ഐ ഗിവ് യു നോട്ടീസ് ദാറ്റ് യു ഷാൽ നോട്ട് ഓപ്പൺ നോർ എൻ്റർ ദാറ്റ് റൂം. അപ്പം ആ ഒരു മജിസ്ട്രേറ്റ് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചെയർമാൻ, ടൈഗർ കമ്മിറ്റിൻ്റെ ചെയർമാൻ പറയാണ്, ബൈ ദ പവേഴ്സ് ഐ ഹാവ് ബീൻ ദി സെക്കൻഡ് ഓണററി മജിസ്ട്രേറ്റ്. അപ്പം ഇദ്ദേഹം ആരാണ്? ഒരു സെക്കൻഡ് ഓണററി മജിസ്ട്രേറ്റ് ആണ് അല്ലേ, മജിസ്ട്രേറ്റ് ആണ് ആ ഒരു ചെയർമാൻ, ടൈഗർ കമ്മിറ്റിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പദവി തന്നെ, ബഹുമതി ഉപയോഗിച്ചിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു മാസ്റ്ററിനോടായിട്ട് പറയാണ്, I give you notice that you shall not open nor enter that room. I give you notice എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയിപ്പ് നൽകുകയാണ്. യു ഷാൾ നോട്ട് ഓപ്പൺ, നിങ്ങൾ ഒരിക്കലും എന്താണ് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യരുത്, അല്ലെങ്കിൽ അതിലേക്ക് കടക്കരുത് നിന്ന്. നോർ എൻ്റർ ദാറ്റ് റൂം, ആ ഒരു റൂം തുറക്കാനോ കടക്കാനോ പറ്റത്തില്ല എന്ന് ഈ ഒരു ചെയർമാൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് നമ്മുടെ മാസ്റ്ററിനോടായിട്ടൊരു ഉപദേശം അല്ലെങ്കിൽ നൽകുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാസ്റ്ററാണ് പറയുന്നത്. മൈ മാസ്റ്റർ ആസ്ക്ഡ്, വൈ ഡു യു പ്രിവെൻറ്റ് മീ ഫ്രം ഗോയിങ് നിയർ ദി ടൈഗർ? They were at a loss to answer. It is unlawful to commit suicide, they said. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇനി മാസ്റ്ററാണ് ഇവരോടായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മജിസ്ട്രേറ്റിനോടായിട്ട് ചോദിച്ചറിയുന്നത്. ദാറ്റ് ഈസ് മൈ മാസ്റ്റർ ആസ്ക്ഡ്, വൈ ഡു യു പ്രിവെൻറ്റ് മീ? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ തടയുന്നത്? പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തടയുക എന്നാണ്. പ്രിവെൻറ്റ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തടയുന്നത്. ഫ്രം ഗോയിങ് നിയർ ദി ടൈഗറിന്, കടുവയുടെ അടുത്ത് നിന്ന്. നിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് എന്നാണല്ലോ അർത്ഥം വരുന്നത്. അപ്പം കടുവയുടെ അടുത്തേക്ക് പോകുന്നതിൽ, ഗോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നത്. അപ്പം കടുവയുടെ അടുത്തേക്ക് പോകുന്നതിൽ നിന്നും എന്നെ തടയുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ഒരു മാസ്റ്റർ നമ്മൾ മജിസ്ട്രേറ്റിനോടായിട്ട് ചോദിക്കുകയാണ്.
and they were at a loss to answer. It is unlawful to commit suicide. അപ്പോൾ എന്താണ് they were at a loss to answer എന്ന് പറയാൻ ഉത്തരം പറയാതെ കുഴങ്ങി. ആരാണ് ഇവർ? ഉത്തരം പറയാതെ. they were at a loss to answer എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയാതെ കുഴങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. ഇറ്റ് ഈസ് അൺലോഫുൾ ടു കമ്മിറ്റ് സൂയിസൈഡ്. സൂയിസൈഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ആത്മഹത്യ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് അൺലോഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇത് നിയമവിരുദ്ധമാണ് അല്ലേ? ഒരു ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇത് എന്നോട് സമമാണെന്നാണ് ഇപ്പം ഈ ഒരു മജിസ്ട്രേറ്റ് ഈ ഒരു മാസ്റ്ററിനോടായിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അൺലോഫുൾ ടു കമ്മിറ്റ് സൂയിസൈഡ്. ഒരു ആത്മഹത്യ ചെയ്യുന്നത് ഇത് നിയമവിരുദ്ധമാണെന്ന് ഇങ്ങനെ ഉത്തരം കിട്ടാതെ കുഴങ്ങിയ ടൈമിൽ മജിസ്ട്രേറ്റ് മാസ്റ്ററിനോടായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ദേ സെഡ്, അതായത് മജിസ്ട്രേറ്റ് ഓർ അതിലുള്ള ഏതെങ്കിലും ഒരു പീപ്പിൾ, അവരെയാണ് ദേ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Maybe, said my master, but which section of the law says that a man should not approach a tiger? Are not circus people doing it all the time? അപ്പം ഈ ഒരു മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മാസ്റ്റർ അവരോട് ചോദിക്കണം. മേ ബി, ചിലപ്പം. said my master, but which section of the law says that a man should not approach a tiger? അപ്പം but which section ഓഫ് ദി ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോ എന്ന് വെച്ചാൽ നിയമം എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പം നിയമത്തിൻ്റെ ഏത് സെക്ഷനിലാണ്, വിച്ച് സെക്ഷൻ എന്ന് വെച്ചാൽ ഏത് സെക്ഷനിലാണ് ഇങ്ങനെ ഒരു മാന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ടൈഗറിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യില്ലെങ്കിൽ സമീപിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നതെന്ന് ഈ ഒരു മാസ്റ്റർ മജിസ്ട്രേറ്റിനോടായിരിക്കും. എന്തായാലും നിയമമാണല്ലോ കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ്. അപ്പോൾ മജിസ്ട്രേറ്റിനെ നോക്കി തന്നെ ആയിരിക്കും ഇവിടെ പറയുന്നത് ഏത് സെക്ഷനിലാണ് അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇങ്ങനെ ഒരു കടുവയുടെ അടുത്തേക്ക് മനുഷ്യന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിക്കുന്നത്, ആർ നോട്ട് സർക്കസ് പീപ്പിൾ ഡൂയിങ് ഇറ്റ് ഓൾ ദ ടൈം? ഇത് തന്നെയല്ലേ സർക്കസിലെ ആൾക്കാരും എല്ലാ ടൈമും ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ അദ്ദേഹം ചോദിച്ചാൽ ഞാൻ പറയാം. ബട്ട് വിച്ച് സെക്ഷൻ ഓഫ് ദി ലോ സേസ് ദാറ്റ് എ മെൻ ഷുഡ് നോട്ട് അപ്രോച്ച് എ ടൈഗർ? ആർ നോട്ട് സർക്കസ് പീപ്പിൾ ഡൂയിങ് ഇറ്റ് ഓൾ ദ ടൈം? അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. യെസ്, ഐ റിപ്ലൈ ദ ചെയർമാൻ വീക്ക്ലി, ബട്ട് ദാറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ മാസ്റ്ററിന് വേണ്ടിയിട്ടുള്ളൊരു മറുപടി ആയിട്ട് എന്താണ് ചെയർമാൻ പറയുന്നത്? ചെയർമാൻ ഓർ മജിസ്ട്രേറ്റ് കേട്ടോ, രണ്ടുപേരും ഒന്ന് തന്നെയാണ് വരുന്നത്. ഡിഫറെൻറ്റ് ഡെസിഗ്നേഷൻ ഇപ്പം മെൻഷൻ ചെയ്യുന്നു എന്നുള്ളത്. യെസ്, റിപ്ലൈ ദി ചെയർമാൻ വീക്ക്ലി. വീക്ക്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുർബലമായി ചെയർമാന് യെസ് എന്ന് പറഞ്ഞു. അതായത് അതെ, നല്ല കടുത്ത സ്വരത്തിലല്ല, പതുങ്ങിയ അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ളൊരു സ്വരത്തോടെ തന്നെ മാസ്റ്ററിനോടായിട്ട് റിപ്ലൈ ചെയ്യുക ആണ് നമ്മുടെ ചെയർമാൻ ഇവിടെ ഉണ്ടായിരുന്നത്. ബട്ട് ദാറ്റ്സ് ഡിഫറെൻറ്റ്, പക്ഷേ അത് തികച്ചും വ്യത്യസ്തമാണെന്ന്. ഐ ക്യാൻ ടേം എ ടൈഗർ. ഇറ്റ്സ് ആഫ്റ്റർ ഓൾ മൈ ലൈഫ് ദാറ്റ് ഐ എം റിസ്കിങ്. ദ ചെയർമാൻ വാസ് വിസിബിളി കൺഫ്യൂസ്ഡ് ആൻഡ് bewildered. In that case, you will have to sign an affidavit absolving us from all responsibilities for your life or death. അപ്പോൾ ഇതും കൂടെ ബട്ട് ദാറ്റ് ഡിഫറെൻ്റ് എന്നുകൂടെ, അത് തികച്ചും വ്യത്യസ്തമാണെന്ന് കൂടെ മാസ്റ്ററിനോടായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ മാസ്റ്റർ എന്താണ് ഇവരോടായിട്ട് പറയുന്നത്? ഐ ക്യാൻ ടേം എ ടൈഗർ. ഐ ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയും, എനിക്ക് കഴിയും. ടേം എ ടൈഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെരുക്കിയെടുക്കാൻ കഴിയുമെന്ന്. ഓക്കെ, എനിക്ക് ഒരു കടുവയെ മെരുക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു ഭാഗം പറയുന്നത്. ഐ ക്യാൻ ടേം എ ടൈഗർ. ദാറ്റ്സ് ആഫ്റ്റർ ഓൾ മൈ ലൈഫ് ദാറ്റ് ഐ എം റിസ്കിങ്. അപ്പോൾ ഇതെന്താണ്? ഞാൻ തന്നെയല്ലേ എൻ്റെ ലൈഫ് റിസ്ക് ചെയ്യുന്നത് എന്ന് മാസ്റ്റർ എല്ലാവരോടുമായിട്ട് പറയുന്നത്. ദ ചെയർമാൻ വാസ് വിസിബിളി കൺഫ്യൂസ്ഡ് ആൻഡ് bewildered. അപ്പം ഇവിടെ ചെയർമാൻ ഈ ഒരു ആൻസർ കിട്ടിയപ്പോൾ എന്താണ് അദ്ദേഹം? വിസിബിളി കൺഫ്യൂസ് കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളിങ്ങനെ കടുവയെ, ഇപ്പം ഇവരെല്ലാവരും ഒരു ഏറ്റവും ഒരു കടുവ ഇപ്പം വന്നിരിക്കുകയാണ് അല്ലേ, അവർ പേടിച്ച് വിറച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണ്. അതിൽ തന്നെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയാം, ഞാൻ കടുവയെ ടേം ചെയ്തോളാം, എല്ലാം മെരുക്കിയെടുത്തോളാം. അങ്ങനെ ഒരാൾ വന്ന് സന്നദ്ധത പ്രകടിപ്പിക്കുമ്പം ശരിക്കും അവിടെ ഇത് കേട്ട് നിൽക്കുന്ന ഒരാൾക്ക് ആശയക്കുഴപ്പം തീർച്ചയായിട്ടുണ്ടാവും. അത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം മാത്രമേ നമ്മുടെ ഈ ഒരു
ചെയർമാനും സംഭവിച്ചിട്ടുള്ളൂ. അവർ പറയുന്നുണ്ട് ഒരിക്കലും അതിൻ്റെ അകത്ത് കിടക്കണം എന്നില്ല, ഇനിയിപ്പം ഇതിന് പറ്റിയ ആൾക്കാർ വന്നിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ മാസ്റ്റർ എന്താണ്, കടുവയുടെ സ്വന്തം ആളാണല്ലേ, അത് ഇവർക്ക് അറിയുന്നില്ല, പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിലാണ് നമ്മുടെ ചെയർമാനെ മാസ്റ്റർ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫ് തന്നെയല്ലേ റിസ്ക് ചെയ്യുന്നത്, അതിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ആഫ്റ്റർ ഓൾ മൈ ലൈഫ് ദാറ്റ് ഐ എം റിസ്കിങ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിലാണ് നമ്മുടെ ചെയർമാന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്, ആശയക്കുഴപ്പത്തിലാവുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ബിവിൽഡേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്താളിപ്പ് എന്നാണ് ബിവിൽഡേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അന്താളിപ്പ് അദ്ദേഹത്തിന് ഒരേ സമയം വരികയാണ്. അപ്പം ഈ ഒരു മാസ്റ്റർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മൂപ്പരുടെ പദവി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം മാസ്റ്ററിനോടായിട്ട് പറയാണ്. അതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. In that case, you will have to sign an affidavit. അഫിഡവിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യവാങ്മൂലം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സത്യവാങ്മൂലം നിങ്ങൾ ഒപ്പിടണമെന്ന്, യു വിൽ ഹാവ് ടു സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പിടുക അല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സത്യവാങ്മൂലം എഴുതി അതിൽ ഒപ്പിടണം. അബ്സോൾവിങ് ആസ് ഫ്രം ഓൾ റെസ്പോൺസിബിലിറ്റീസ് ഫോർ യുവർ ലൈഫ് ഓർ ഡെത്ത്. അബ്സോൾവിങ് ആസ് ഫോർ ഓൾ ഫ്രം ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലോ മരണത്തിലോ ഉള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞൊരു അഫിഡവിറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് തരണമെന്ന് ഇപ്പം നമ്മൾ ചെയർമാന് മാസ്റ്ററിനോടായിട്ട് പറയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓൾ റൈറ്റ്, give me a piece of paper and tell me what to write. The magistrate took out a sheet of paper from his briefcase and gave it to my master. അപ്പോൾ നെക്സ്റ്റ് അവിടെ എന്താ സംഭവിക്കുന്നത്? ഓൾ റൈറ്റ്, ഓക്കെ ശരി, ഗിവ് മി എ പീസ് ഓഫ് പേപ്പർ, എനിക്കൊരു ചെറിയ കഷ്ണം പേപ്പർ തരൂ. ആൻഡ് ടെൽ മീ വാട്ട് ടു റൈറ്റ്, എന്നിട്ട് പറഞ്ഞാലോ എന്താണ് ഞാൻ അതിൽ എഴുതേണ്ടതെന്ന്. ടെൽ മീ വാട്ട് ടു റൈറ്റ്. ദ മജിസ്ട്രേറ്റ് ടുക്ക് ഔട്ട് എ ഷീറ്റ് ഓഫ് പേപ്പർ. എന്താണ് അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ്, ടുക്ക് ഔട്ട് എ ഷീറ്റ് ഓഫ് പേപ്പർ, അതായത് ഫ്രം ഹിസ് ബ്രീഫ് കേസ്, അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ നിന്നും ഒരു ഷീറ്റ് അദ്ദേഹം എടുത്തു. ആൻഡ് ഗേവ് ഇറ്റ് ടു മൈ മാസ്റ്റർ. ഇവിടെ ഗേവ് ഇറ്റ് ടു മൈ മാസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ലൈന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കടുവയാണ്. കടുവ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കടുവയാണ് ഈ ഒരു, അല്ലെങ്കിലും കടുവ തന്നെയാണ് ലൈന് പറയുന്നത് മൊത്തത്തിൽ പറയുന്നത്. എന്നിരുന്നാലും ചില കോൺവെർസേഷൻസാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലൈനിൽ തന്നെ നമ്മുടെ കടുവ നെക്സ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ മജിസ്ട്രേറ്റ് ഒരു ബ്രീഫ് കേസിൽ നിന്ന് അദ്ദേഹം ഒരു ഷീറ്റ് എടുത്തിട്ട് അത് നമ്മുടെ മാസ്റ്ററിന് കൊടുത്തു. ഗേവ് ഇറ്റ് ടു മൈ മാസ്റ്റർ. മൈ മാസ്റ്റർ റോട്ട് ദി ചെയർമാൻസ് ഡിക്റ്റേഷൻ. അപ്പം ഡിക്റ്റേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? കേട്ടെഴുത്തെന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരാൾ പറയുന്നത് നമ്മളെടുത്ത് എഴുതുക, അതാണ് ഡിക്റ്റേഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിട്ടൺ ഡൗൺ വാട്ട് സംവൺ എൽസ് ഹാസ് സെഡ്. അപ്പം അത്രയാണ് ഡിക്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മാസ്റ്ററിനോടായിട്ട് എന്താണോ ചെയർമാൻ പറയുന്നത് അത് മാസ്റ്റർ ആ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതി. ദറ്റ് ഈസ് മൈ മാസ്റ്റർ റോട്ട് ദി ചെയർമാൻസ് ഡിക്റ്റേഷൻ ആൻഡ് അബ്സോൾവിങ് എവറി വൺ ദർ ഫ്രം ഓൾ റെസ്പോൺസിബിലിറ്റി. ഇപ്പം എന്താണ്, അതിൽ നിന്ന് തന്നെ എല്ലാവരെയും മോചിപ്പിക്കുക എന്നാണ് അബ്സോൾവ് ചെയ്യുക എന്ന് പറയുക കേട്ടോ. മോചിപ്പിക്കുക, എല്ലാവരെയും ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമായിരുന്നു നമ്മുടെ മാസ്റ്റർ ചെയർമാന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ചെയർമാൻ മാസ്റ്ററിനോടായിട്ട് എഴുതാൻ ആവശ്യപ്പെട്ടതും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. He signed the document and returned it with a comment. അപ്പോൾ എന്താണ്, he signed the document. ആരാണ് ഇവിടെ ഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്ററാണ് കേട്ടോ. അപ്പോൾ മാസ്റ്റർ സൈൻ ചെയ്തു, ഒപ്പുവെച്ചു. എന്നിട്ട് ആ ഒരു ഡോക്യുമെൻ്റ് ആർക്ക് കൊടുത്തു? റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുക. റിട്ടേൺ ഇറ്റ് വിത്ത് ദി കോമൻറ്റ്. റിട്ടേൺ ചെയ്തത് ഇവിടെ മജിസ്ട്രേറ്റിനായിരിക്കും. കൂടാതെ എന്തുകൂടെ പറയുന്നുണ്ട്? ഒരു അഭിപ്രായം കൂടെ പറയുന്നുണ്ട്. കോമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം. I have signed it just to respect your magistracy. അപ്പം എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത്? I have signed it just to respect your magistracy. അതായത് നിങ്ങളുടെ പദവിയെ മാനിച്ചാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒപ്പുവെച്ചത് എന്നാണ് ഇവിടെ ലൈനിൽ വ്യക്തമാക്കുന്നത്. Although I am convinced it's uncalled for and irrelevant. അപ്പോൾ എന്താണ്, എങ്കിലും എനിക്കറിയാം ഇത് ഞാൻ ശരിക്കും ഇതിൽ
കൺവിൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് തീർത്തും ഇറെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്നെക്കൊണ്ട് ഇപ്പം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ഇത് വിളിക്കപ്പെടാത്തതും അപ്രസക്തവുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ട് പോലും ഞാനിത് നിങ്ങളുടെ സ്ഥാനമാനത്തെ മാനിച്ച് മാത്രമാണ് ഇതിൽ ഒപ്പുവെച്ചത് എന്നാണ് നമ്മുടെ ഈ ഒരു പേപ്പർ തിരിച്ചു കൊടുക്കുമ്പോൾ മാസ്റ്റർ മജിസ്ട്രേറ്റിനോടായിട്ട് പറയുന്നത്. യു ആർ എക്സസൈസിങ് അൺനെസസറി അതോറിറ്റി. വിച്ച് മീൻസ് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള അധികാരം പ്രയോഗിക്കുകയാണ്. അൺനെസസറി അതോറിറ്റി, അനാവശ്യമായിട്ടുള്ള അധികാരം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു പേപ്പർ റിട്ടേൺ ചെയ്യാണ് മാസ്റ്റർ. ആൻഡ് ദ ചെയർമാൻ ലുക്ക്ഡ് അറ്റ് ദി ഡോക്യുമെൻറ്റ് ആൻഡ് സെഡ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ചെയർമാൻ ലുക്ക്ഡ് അറ്റ് ദി ഡോക്യുമെൻറ്റ്. ചെയർമാൻ മാസ്റ്റർ എഴുതി കൊടുത്ത ഡോക്യുമെൻറ്റിലേക്ക് നോക്കുകയാണ്. ലുക്ക്ഡ് അറ്റ് ദി ഡോക്യുമെൻറ്റ് ആൻഡ് സെഡ്. എന്നിട്ട് പറയാണ്, സ്റ്റോപ്പ്, വെയിറ്റ്, ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് റിട്ടൺ ഹിയർ. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? സ്റ്റോപ്പ്, നിൽക്കൂ, വെയിറ്റ്, ടെൽ മീ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ഹാവ് റിട്ടൺ ഹിയർ. പറയൂ, എന്നോട് പറഞ്ഞാലും നിങ്ങൾ എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന്. ഹാവ് റിട്ടൺ ഹിയർന്ന്. ഓൺലി വാട്ട് യു ഹാവ് ഡിറ്റക്റ്റഡ്. അപ്പം മാസ്റ്റർ മറുപടി പറയുന്നതാണ് കേട്ടോ ഇത്. ഓൺലി വാട്ട് യു ഹാവ് ഡിറ്റക്റ്റഡ്. നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ഈ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ളതെന്ന്. ഇൻ എ ലാംഗ്വേജ് വി ഡോണ്ട് നോ ഐ ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്. ഇൻ എ ലാംഗ്വേജ് വി ഡോണ്ട് നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ലാംഗ്വേജിലാണ്, ഞങ്ങൾക്ക് അറിയാത്ത ഈ ഒരു ലാംഗ്വേജിലാണോ എന്ന്. ഐ ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്. എനിക്കിത് എന്താണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ആണ് ഐ കാൻറ്റ് ആക്സെപ്റ്റ് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം? ഇവിടെ മാസ്റ്റർ നമ്മുടെ മജിസ്ട്രേറ്റ് പറഞ്ഞത് മാത്രമേ ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എഴുതിയ ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മജിസ്ട്രേറ്റിന് മനസ്സിലാവാത്ത വേറെ ഏതോ ഒരു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അത് നെക്സ്റ്റ് പാരഗ്രാഫിലാണ് പറയുന്നത്. നമുക്ക് നോക്കാം അത് ഏതാണ് ഭാഷയെന്ന്. It's in Sanskrit, and whichever scriptures are written, the language of the gods. I write only Sanskrit, although I know 10 other languages including Japanese. അപ്പം ഈ ഒരു മജിസ്ട്രേറ്റിനോടായിട്ട് നമ്മുടെ മാസ്റ്റർ പറയാണ്, ഇറ്റ്സ് ഇൻ സംസ്കൃത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇൻ വിച്ച് അവർ സ്ക്രിപ്റ്റേഴ്സ് ആർ റിട്ടൺ. നമ്മുടെ പഴയ ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അല്ലേ, സ്ക്രിപ്റ്റേഴ്സൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ സംസ്കൃതത്തിലാണ്. ദ ലാംഗ്വേജ് ഓഫ് ദി ഗോഡ്സ്. ഇപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണെന്നാണ് ഇവിടെ മാസ്റ്റർ പറയുന്നത്. ഐ റൈറ്റ് ഓൺലി സംസ്കൃത് ഓൾത്തോ ഐ നോ 10 other languages including Japanese. ഇപ്പം ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് റൈറ്റ് ഓൺലി സംസ്കൃത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു അഫിഡവിറ്റ് എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിൽ മാത്രമാണ്. പക്ഷേ ഓൾത്തോ എങ്കിലും എനിക്ക് ഇത് കൂടാതെ തന്നെ വേറെ 10 other languages എന്നും കൂടെ വേറെ 10 ഭാഷകൾ കൂടെ അറിയാം. അതിലെന്താണ്? ജാപ്പനീസും ഇൻക്ലൂഡഡ് ആണെന്ന് ഈ ഒരു മാസ്റ്റർ നമ്മുടെ മജിസ്ട്രേറ്റിനോട് പറയാണ്, അല്ലെങ്കിൽ ടൈഗർ കമ്മിറ്റി ചെയർമാനോടായിട്ട് പറയാണ്. ഇവ രണ്ടുപേരും ഒരാളാണ് കേട്ടോ, മജിസ്ട്രേറ്റ് ഓർ ടൈഗർ കമ്മിറ്റി ചെയർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. വിത്തൗട്ട് ഫർദർ അഡു ഹി പുട്ട് ദി കീ ഇൻ ടു ദ ലോക്ക് ഓഫ് ദി ഹെഡ് മാസ്റ്റേഴ്സ് റൂം. വിത്തൗട്ട് ഫർദർ അഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സമയം കളയാതെ തന്നെ, പെട്ടെന്ന് തന്നെ എന്നൊക്കെ അറിയാം, സമയം കളയാതെ തന്നെ എന്നാണ് വിത്തൗട്ട് ഫർദർ അഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹി പുട്ട് ദ കീ ഇൻ ടു ദ ലോക്ക് ഓഫ് ദി ഹെഡ് മാസ്റ്റേഴ്സ് റൂം. ഹെഡ് മാസ്റ്റേഴ്സ് റൂമിൻ്റെ ലോക്ക് ആ കീ യൂസ് ചെയ്തിട്ട് തുറക്കുകയാണ്. ലെറ്റ് us ഗോ നൗ സെഡ് മൈ മാസ്റ്റർ. ലെറ്റ് us ഗോ നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം. സെറ്റ് മൈ മാസ്റ്റർ. ഇത് മാസ്റ്റർ ആരോടാണ് പറയുന്നത്? നമ്മുടെ കടുവേനോട് പറയാം. ഇപ്പം ലോക്ക് തുറന്നല്ലോ, റൂമിൻ്റെ ലോക്ക് തുറന്നു കഴിഞ്ഞപ്പം കടുവേനോടിട്ട് പറയാണ്, യു മസ്റ്റ് റിയലൈസ് ദ ഹ്യൂമൻ ബീയിങ്സ് ഫോർ ഓൾ ജെയർ ബ്ലസ്റ്റർ ആർ timid creatures. They are likely to panic when they see you. Don't look at them. That's the only way to maintain one's peace of mind. അപ്പം ഈ ഒരു കടുവയെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ കടുവയോടായിട്ട് എന്താണ് മാസ്റ്റർ പറഞ്ഞത്? യു മസ്റ്റ് റിയലൈസ്, നീ തിരിച്ചറിയേണ്ടതാണ് ഹ്യൂമൻ ബീയിങ്സ് ഫോർ ഓൾ ദെയർ ബ്ലസ്റ്റേഴ്സ് ആർ timid creatures. അപ്പോൾ എന്താണ് ടിമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീരുക്കൾ എന്നാണ് കേട്ടോ. ക്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ അറിയില്ലേ, ദാറ്റ് ഈസ്
ജീവികൾ എന്നാണ് വരുന്നത്. ടിമിഡ് ക്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഭീരുക്കളായ ജീവികളാണെന്ന്. ദാറ്റ് ഈസ് ബ്ലസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ സ്ട്രോമി അല്ലെങ്കിൽ വൈൽഡി എന്നൊക്കെയാണ് ബ്ലസ്റ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മാസ്റ്റർ കടുവയോടായിട്ട് പറയുന്നത്, നീ ശരിക്കും തിരിച്ചറിയേണ്ടതാണ് ഈ ഒരു മനുഷ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീരുക്കളായിട്ടുള്ള ഒരു മനുഷ്യന്മാരാണ്, വിദ്വേഷം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഭീരുക്കളായിട്ടുള്ള മനുഷ്യന്മാരാണ്. ദേ ആർ ലൈക്ലി ടു പാനിക് വെൻ ദേ സീ യു എന്ന്. ശരിക്കും അവരിപ്പോഴെന്താണ് നിന്നെ കാണുമ്പോൾ പാനിക്കാവും. പാനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഭ്രാന്തി എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പം നിങ്ങളെ കാണുമ്പം നിന്നെ ഇപ്പം കാണുന്ന ടൈമിൽ തന്നെ അവരിപ്പം പരിഭ്രാന്തിയിലാണ്. ഡോണ്ട് ലുക്ക് അറ്റ് ദം എന്ന്, ഒരിക്കലും അവരെ നോക്കരുതെന്ന്. ഇപ്പം പോകുന്ന വഴിയെ നീ അവരെ നോക്കരുത്. ദാറ്റ്സ് ദ ഓൺലി വൺ വേ ടു മെയിൻറ്റെയിൻ വൺസ് പീസ് ഓഫ് മൈൻഡ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സമാധാനം കളയാതിരിക്കാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞ് ഒരു കടുവേനോടായി പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ മാസ്റ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഈ കഥ മനസ്സിലാക്കിയെടുക്കാൻ നോക്കണം. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട്. ആർ.കെ. നാരായണൻ തന്നെയാണ് ഈ ഒരു എൻ്റെ ചാപ്റ്ററിൻ്റെ 5th 6th ആർ.കെ. നാരായണനാണ് ഓഥറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. നമുക്കിനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെക്ഷൻ നോക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കഥയെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, വ്യാഖ്യാനിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ചില വേർഡ്സും അതിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. PDF നിങ്ങൾ നോക്കി വായിക്കാം. ഇനി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു ലൈൻ നമ്മുടെ ടെക്സ്റ്റിൽ വരുന്ന ലൈൻസാണ്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡു യു മീൻ ടു സേ യു ആർ ഗോയിങ് ആസ് യു ആർ വിത്തൗട്ട് ആംസ് ഓർ പ്രൊട്ടക്ഷൻ? ദേ ആസ്ക്ഡ് ഹിം. യെസ്, ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു. വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇതെന്ന് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിലുള്ള ലൈൻസ് തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ഡിഡ് ദി അബവ് കോൺവെർസേഷൻ ടേക്ക് പ്ലേസ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന കോൺവെർസേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? ടേക്സ് പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? എവിടെ വെച്ചാണ്? ദാറ്റ് ഈസ് ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നത് ഹെഡ് മാസ്റ്റർ റൂമിൻ്റെ ഔട്ട് സൈഡാണ് അല്ലേ. ദാറ്റ് ഈസ് ദി അബവ് കോൺവെർസേഷൻ ടുക്ക് പ്ലേസ് ഔട്ട് സൈഡ് ദി ഹെഡ് മാസ്റ്റേഴ്സ് റൂം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വർ ദേ ബീയിങ് റെഫേർഡ് ടു? ഇവിടെ ഉണ്ടല്ലോ ദേ ആസ്ക്ഡ് ഹിം എന്ന് പറഞ്ഞത്. ദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ അല്ലേ. അതായത് എന്താ, ടീച്ചേഴ്സ് ഉണ്ട്, ആ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ പുറകിലുള്ള ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിന് പുറത്ത് നിൽക്കുന്ന ടീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ അവരെയാണ് ദേ ആയിട്ട് റെഫർ ചെയ്യുന്നത്. ഹൂ വർ ദേ ബീയിങ് റെഫേർഡ് ടു? ദ ടീച്ചേഴ്സ് അല്ലേ. ആൻഡ് സി നോക്കാം നമുക്ക്. ഹൂ വർ ദേ ടോക്കിംഗ് ടു? ഇവർ ആരോടാണ് സംസാരിക്കുന്നതെന്ന്. ദറ്റ് ഈസ് ഇവിടെ നിങ്ങൾ ഈ ഒരു ഇതിൽ കണ്ടോ, ദേ ആസ്ക്ഡ് ഹിം എന്നാണ് ചോദിച്ചത്. ദേ ആസ്ക്ഡ്, അതായത് ടീച്ചേഴ്സ് ആരോടാണ് ചോദിച്ചത്? നമ്മുടെ മാസ്റ്ററിനോട്, ഹിം. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിനെ കൂടാതെ ആരാണ് വരുന്നത്? ടൈഗറിൻ്റെ മാസ്റ്ററും കൂടെയാണ് അല്ലേ. അപ്പോൾ ഹൂ വർ ദേ ടോക്കിംഗ് ടു? ഈ ഒരു ദേ എന്ന് പറഞ്ഞവർ ആരോടാണ് ടോക്ക് ചെയ്തിട്ടുള്ളത്, സംസാരിച്ചിരിക്കുന്നതെന്നാണ് ഈ സി ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആരോടാണ്? മാസ്റ്ററിനോടാണ് അല്ലേ സംസാരിച്ചിരിക്കുന്നത്. ടൈഗറിൻ്റെ മാസ്റ്ററിനോടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വൈ ഡിഡ് ദേ വോണ്ട് ടു നോ ഇഫ് ഹി വാസ് ഗോയിങ് അൺആംഡ്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈ ഡിഡ് ദേ വോണ്ട് ടു നോ? എന്തുകൊണ്ടാണ് അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നത്? ഹി ഈസ് ഗോയിങ് അൺആംഡ്, അതായത് ഒരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഒരുവിധ ആയുധങ്ങളും ഇല്ലാതെ തന്നെ അദ്ദേഹം എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അവർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അവർക്കറിയാം എന്താണ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് നമ്മളുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസായിട്ട് എങ്ങനെ വേണമെങ്കിലും അതിനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഒരു ആൻസർ ഞാൻ പറഞ്ഞു തരാം. അതായത് ആനിമൽസ് എന്താണ് ഭയങ്കര ടെററായിട്ട് അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ജന്തുക്കളാണ് അല്ലേ. അപ്പോൾ അത് ആ ഒരു മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുമെന്ന് അവർക്കൊരു ഭയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെപ്പണ് അദ്ദേഹത്തിൻ്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കയ്യിൽ കരുതണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. That is, they felt that tiger was ferocious, so they could attack the master. Okay,
ആൻഡ് ഹിം ഫേസിങ് എ ടൈഗർ വിത്തൗട്ട് എനി വെപ്പൺ ഫോർ സെൽഫ് ഡിഫെൻസ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആൻസറായിട്ട് എഴുതാം. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡു യു തിങ്ക് ഹീ സെഡ് വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. അപ്പം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അദ്ദേഹം ഈ ഒരു വി ഹാവ് നോ ടൈം ടു വേസ്റ്റ് എന്ന് പറയുമ്പോൾ? അതായത് നമുക്കിപ്പം കളയാൻ സമയമില്ലയെന്ന് ആര് പറയുന്നുണ്ട്? മാസ്റ്റർ പറയുന്നുണ്ട് അവിടെ കൂടി നിൽക്കുന്ന ടീച്ചേഴ്സിനോടായിട്ട്. അപ്പം ഇങ്ങനെ പറയുമ്പം നമ്മളോടായിട്ടാണ് കേട്ടോ, ഇത് എഴുതുന്ന സ്റ്റുഡൻസിനോടായിട്ടാണ് ഇപ്പം ഓതർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളിവിടെ ഈ ഒരു സെൻറ്റൻസിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നത് എന്നൊന്ന്. അപ്പം എന്തായിരിക്കും? ദറ്റ് ഈസ് ഇവിടെ ടൈഗർ എണീച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കുറേ നേരം ഒരാളെ തന്നെ കൂട്ടിലടച്ചിടിക്കുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവും അല്ലേ? അപ്പം ആ ഒരു ആനിമലിൻ്റെ പേഷ്യൻസ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിൽ ഹെഡ് മാസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹെഡ് മാസ്റ്ററും ഡേഞ്ചറസ് സിറ്റുവേഷനിലാവാം. ഇതാർക്കും മനസ്സിലായി കാണും? നമ്മുടെ മാസ്റ്ററിന് മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വി ഹാവ് നൗ ടൈം ടു വേസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. വെർ വാസ് ദി ടൈഗർ ഓൾ ദിസ് ടൈം? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ടൈമിൽ വേർ വാസ് ദി ടൈഗർ ഓൾ ദിസ് ടൈം? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ ടൈഗർ എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ടൈഗർ എവിടെയാണ്? അതായത് ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലാണ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദ ഹെഡ് മാസ്റ്റർ വാസ് ഓൾറെഡി നെർവസ് വിച്ച് ആക്ഷൻ ഓഫ് ദി ടൈഗർ ഫെർദർ ആഡഡ് ടു ഹിസ് ഫിയർ എന്ന്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഹെഡ് മാസ്റ്റർ വാസ് ഓൾറെഡി നെർവസ്. ഹെഡ് മാസ്റ്റർ ശരിക്കും പരിഭ്രാന്തനാണല്ലോ, നെർവസ് ആണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ വിച്ച് ആക്ഷൻ ഓഫ് ദി ടൈഗർ ഫെർദർ ആഡഡ് ടു ഹിസ് ഫിയർ, ഒന്നും കൂടി അദ്ദേഹത്തിൻ്റെ ഭയം ഇരട്ടിക്കാൻ കാരണമായ കടുവയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പാസേജിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കടുവ വീക്കൺ ചെയ്തപ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്തപ്പോൾ എന്തായിരുന്നു അത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതിൻ്റെ കാലുകളൊക്കെ ഒരു സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് വോളിലും അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹം ഒന്നും കൂടി നെർവസ് ആയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ആൻഡ് വാട്ട് ഡിഡ് ദി ടൈഗർ വോണ്ട് ടു ടെൽ ദി ഹെഡ് മാസ്റ്റർ? അപ്പോൾ ഈ ഒരു നെർവസ് ആയ സിറ്റുവേഷനിൽ എന്തോ കാര്യം ടൈഗറിന് ഹെഡ് മാസ്റ്ററോടായിട്ട് പറയേണ്ടതായിട്ട് വന്നിട്ടില്ലേ? അല്ലെങ്കിൽ കടുവ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഐ വിഷ് ടു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. He wanted to assure the headmaster that he was not going to harm him, അല്ലെങ്കിൽ he was not going to kill him എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതാം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് give 2 reasons why the people outside did not allow the master to go in. അപ്പം 2 റീസൺ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാർ മാസ്റ്ററിനോട് അകത്ത് ചെല്ലരുതെന്ന് പറയാനുള്ള 2 റീസൺ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതെന്താണ്? ഒന്ന് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു, ഒരു വെപ്പൺസും ഇല്ലാതെ പോകരുതെന്ന് പറയുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും ഭയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കടുവ മാസ്റ്ററിനെ കൊല്ലുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മാസ്റ്റേഴ്സ് അറ്റംപ്റ്റ് ടു ഗോ ഇൻ എ ആർ കമ്പയർഡ് ടു. അപ്പം മാസ്റ്ററിൻ്റെ ഈ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാ എന്ന് പറയുന്നത്, അപ്പോൾ അതിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ അറിയാൻ പറ്റുന്നതായിരിക്കും. കാരണം ഇതിൽ ലൈഫ് ഉണ്ട്, സൂയിസൈഡ് ഉണ്ട്, ഡെത്ത് ഉണ്ട്, വാർ ഉണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നമ്മൾ അതിൽ കണ്ടെത്തിയിട്ടുള്ള കുറച്ചും കൂടെ എന്താണ് വായിച്ചതിൽ മുൻനിർത്തി ഉള്ള 2 കാര്യങ്ങൾ. ഒന്ന് സൂയിസൈഡും ഡെത്തും നമ്മൾ പലപ്പോഴായിട്ട് അതിൽ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഏതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റായിട്ട് വരുന്നത്? സൂയിസൈഡ് അല്ലേ? അപ്പം അത് ശരിക്കും ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു ഇതിന് തുല്യമാണ് ഈ ഒരു റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ബാക്കിയുള്ള ആൾക്കാർ ഈ ഒരു മാസ്റ്ററിൻ്റെ അറ്റംപ്റ്റ് കൊണ്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ മാസ്റ്റർ കൺഫ്യൂസ്ഡ് ദ ചെയർമാൻ ഓഫ് ദി ടൈഗർ കമ്മിറ്റി? മാസ്റ്ററിൻ്റെ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ചെയർമാൻ ഓഫ് ദി ടൈഗർ കമ്മിറ്റീനെ കൺഫ്യൂസ് ചെയ്യിച്ചത് എന്നാണ് പറയുന്നത്? എന്താണ്? അതായത് മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, എങ്ങനെയാണ് ഒരു ടൈഗറിനെ ടീം ചെയ്യുക അല്ലെങ്കിൽ മെരുക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. കൂടാതെ ഈ ഒരു അവസരത്തിലും അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതമാണല്ലോ ഇങ്ങനെ റിസ്കിലാക്കുന്നത്. അതിൽ അവർക്കൊന്നും വലിയ പങ്കില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മാസ്റ്റർ സംസാരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ചെയർമാന് കൺഫ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്.
നെക്സ്റ്റ് നോക്കാം. വെൻ ദ ചെയർമാൻ ആസ്ക്ഡ് ദ മാസ്റ്റർ ടു സൈൻ ആൻ അഫിഡവിറ്റ് ബിഫോർ ഹി വാസ് അലൗഡ് ടു എൻ്റർ ദി റൂം, ഹി വാസ് ട്രൈങ് ടു പുട്ട് എ കണ്ടീഷൻ ഓൺ ഹിസ് എൻട്രി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്ലി ഇൻ്റർപ്രറ്റ്സ് ദി കണ്ടീഷൻ? അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വെൻ ദ ചെയർമാൻ ആസ്ക്ഡ് ദ മാസ്റ്റർ ടു സൈൻ ആൻ അഫിഡവിറ്റ്, അതായതാണ് നമ്മുടെ ചെയർമാന് മാസ്റ്ററിനോടായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു അഫിഡവിറ്റ്, സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകാൻ വേണ്ടിയിട്ട്. ബിഫോർ ഹി വാസ് അലൗഡ് ടു എൻ്റർ ദി റൂം. എപ്പോഴാണ് ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ്, അതായത് എവിടെ, റൂമിലേക്ക് കയറുന്നതിന് മുൻപ്, എൻ്റർ ദി റൂം, റൂമിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ ഒരു സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹി വാസ് ട്രൈങ് ടു പുട്ട് എ കണ്ടീഷൻ ഓൺ ഹിസ് എൻട്രി. ഇവിടെയും ഒരു കണ്ടീഷൻ പുട്ട് ചെയ്യുന്നതാണ് അല്ലേ, എന്താണ്, പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഇൻ്റർപ്രറ്റ്സ് ദി കണ്ടീഷൻ? അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഈ ഒരു കണ്ടീഷനെ വ്യാഖ്യാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലൂടെ നോക്കാം. ദാറ്റ് ദ മാസ്റ്റർ ഷാൽ നോട്ട് ടേക്ക് ദ ടൈഗർ അവേ. എന്താണ്, ഒരിക്കലും ഈ ഒരു മാസ്റ്റർ ടൈഗറിനെ പുറത്തേക്ക് അല്ലെങ്കിൽ എടുത്ത് കൊണ്ടുപോകരുതെന്ന്. ദാറ്റ് ദ മാസ്റ്റർ ഷാൽ നോട്ട് ടേക്ക് ദി ടൈഗർ അവേ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഹി മസ്റ്റ് പേ ആൻ എൻട്രി ഫീ. അപ്പം ഈ ഒരു റൂമിലേക്ക് കടക്കുന്നതിന് മുൻപേ ആയിട്ട് എന്ത് കൊടുക്കണം, ഒരു എൻട്രി ഫീ കൊടുക്കണം, പ്രവേശന ഫീസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ല, അത് നമുക്ക് കാണുമ്പോൾ തന്നെ തെറ്റാണെന്ന് പറയാം. പിന്നെ ആണെങ്കിൽ എന്താണ്, ഈ ഒരു മാസ്റ്ററിനോട് കടുവയെ പുറത്തേക്ക് കൊണ്ടുവരുത് എന്ന് പറയുന്നതും തെറ്റാന്നുള്ളത്. കാരണം അവിടെ ഉള്ളവർ തീർത്തും പേടിച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ പോലും ഒരാളെ കൊല്ലോ എന്നുള്ളൊരു ഭയപ്പാട് അവർക്കുണ്ട്. അപ്പം ഇതും തെറ്റാണ് കേട്ടോ വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ദാറ്റ് എവറിബഡി ഔട്ട്സൈഡ് വുഡ് ഷെയർ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഹിസ് ആക്ഷൻ. എവറിബഡി ഔട്ട്സൈഡ് വുഡ് ഷെയർ ദി റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം. അപ്പം എന്താണ്, അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രവർത്തനത്തോട്, ആക്ഷൻ എന്ന് വെച്ചാൽ പ്രവൃത്തിയോട് എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു കണ്ടീഷൻ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷനിലുള്ള കണ്ടീഷൻ പറയുന്ന ആണോ? അല്ല അല്ലേ, അത് തെറ്റല്ലേ വരുന്നത്. കാരണം ഇവരാരും റെസ്പോൺസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സത്യവാങ്മൂലം എഴുതാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ട് വരൂലല്ലോ. കാരണം ഇത് റെസ്പോൺസിബിൾ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. അതെന്താണെന്നും കൂടെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദാറ്റ് ഹി വുഡ് നോട്ട് ഹോൾഡ് എനിബഡി റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ഹാപ്പൻ ടു മീ. അതായത് എന്താണ്, ആരും തന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും ഉത്തരവാദികളല്ല എന്നുള്ളതാണ് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഡി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓൾ റൈറ്റ്, ഗിവ് മി എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ടെൽ മീ വാട്ട് ടു റൈറ്റ്. ഓക്കെ, ശരി, എനിക്കൊരു പീസ് ഓഫ് പേപ്പർ തന്നാലോ, എന്നിട്ട് എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാലോ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലെന്താണ്, ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ അബവ് ലൈൻ. ഈ ഒരു ലൈനിലുള്ള സ്പീക്കർ ആരാന്നാണ് ചോദിക്കുന്നത്. ആരാണ്? നമ്മുടെ മാസ്റ്ററാണ് സ്പീക്കറായിട്ട് വരുന്നത് അല്ലേ. ഹു ഈസ് ഹീ ഓർ ഷീ ടോക്കിംഗ് ടു. അപ്പോൾ ഇവിടെ ഹീ ഓർ ഷീ എന്ന് പറയുന്നുണ്ട്. മാസ്റ്ററിൻ്റെ ജെൻഡർ വെളിപ്പെടുത്തിയിട്ടില്ല, അത് മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഹീ ഓർ ഷീ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മാസ്റ്റർ ആരോടാണ് സംസാരിക്കുന്നത്? ഹു ഈസ് ഹീ ഓർ ഷീ ടോക്കിംഗ് ടു. മാസ്റ്റർ ആരോടാണ് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടാണ്? മജിസ്ട്രേറ്റിനോടാണ് അല്ലേ സംസാരിക്കുന്നത്. അപ്പം മജിസ്ട്രേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് സി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡസ് ഹീ ഓർ ഷീ ആസ്ക് ഫോർ എ പീസ് ഓഫ് പേപ്പർ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മുടെ മാസ്റ്റർ മജിസ്ട്രേറ്റിനോടായിട്ട് പീസ് ഓഫ് പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അഫിഡവിറ്റ് സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒരു അഫിഡവിറ്റ് എഴുതിയിട്ട് അതിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പീസ് ഓഫ് പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് ഇൻ ദ മാസ്റ്റർ ഹാപ്പി ടു റൈറ്റ് ആൻ അഫിഡവിറ്റ്. എന്തുകൊണ്ടാണ് വാസ് നോട്ട് എന്നാണ് കേട്ടോ വാസിൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു സത്യവാങ്മൂലം എഴുതിയിട്ട് മാസ്റ്റർ ഹാപ്പി അല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഹി വാസ് അൺഹാപ്പി ടു റൈറ്റ് ദ അഫിഡവിറ്റ് അല്ലേ. അതിന് കാരണം
ഈ ഒരു കടുവയെ അദ്ദേഹത്തിന് അറിയാം, ഒരു ഹാമും കൂടെ ഇല്ലാതെ, തനിക്കൊരു പ്രശ്നവും കൂടെ ഇല്ലാതെ തന്നെ എല്ലാവരും മുന്നിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പോകുമെന്ന്. എന്നാൽ പോലും അവരാരും അത് വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഒരു ഹാപ്പി ഇല്ലാതിരുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വാട്ട് ലാംഗ്വേജ് ഡിഡ് ദി മാസ്റ്റർ റൈറ്റ് ദ അഫിഡവിറ്റ്, വൈ ഡിഡ് ഹീ ഡൂ സോ എന്ന്. അപ്പോൾ ഏത് ലാംഗ്വേജിലാണ് ഈ ഒരു മാസ്റ്റർ അഫിഡവിറ്റ് സത്യവാങ്മൂലം എഴുതിയിട്ടുണ്ടായിരുന്നത്? അപ്പം അങ്ങനെ എഴുതാൻ കാരണം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഏത് ലാംഗ്വേജിലാണ്? സംസ്കൃതത്തിലാണല്ലോ എഴുതിയിട്ടുള്ളത്, അഥവാ സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറയാൻ കാരണം അത് എന്താണ്, നമ്മുടെ ഗോഡിൻ്റെ ലാംഗ്വേജാണ്. കൂടാതെ അവർ സ്ക്രിപ്റ്റേഴ്സ്, ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ ആ ഒരു ലാംഗ്വേജിലാണല്ലേ. അപ്പം അദ്ദേഹം അവിടെയുള്ള മജിസ്ട്രേറ്റിനെയും കൂടെ അവിടെ കളിയാക്കുന്ന ഒരു രീതിയിൽ പറയാണ്, കുറേ അധികം ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള മദർ ലാംഗ്വേജ് പല ഭാഷകളും അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമാണ് ഇത്രയും വലിയൊരു ഉന്നത നില അലങ്കരിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് വായിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജസ്റ്റ് നിങ്ങൾ ഓർക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പം 1, 2 അല്ലെങ്കിൽ 3 തവണ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും 2-ലധികം തവണ വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ.